എത്രയൊക്കെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരുന്നാലും റൂട്ടിനേറ്റഡായി കാര്യങ്ങൾ ചെയ്താലും പലപ്പോഴും നമ്മുടെ മനസ്സും കൃത്യനിഷ്ഠയും എല്ലാം താളം തെറ്റിപ്പോവാറില്ലേ? എത്ര പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും ശരി, ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്. പെട്ടെന്ന് ഒരു മടി അങ്ങ് വന്നു പോകും. നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കാൻ ശ്രമിച്ചാലും എന്നും നമുക്കതിന് സാധിക്കാറുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇപ്പോൾ ഒരു റൂട്ടീൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസമൊക്കെ വളരെ ഊർജ്ജസ്വലതയോടെ നമ്മളത് ചെയ്യും. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്ത് സംഭവിക്കും? നമ്മൾ പോലും അറിയാതെ അതങ്ങ് സ്റ്റോപ്പായി പോകും. അതേപോലെ തന്നെയാണ് പലരും ഡയറ്റ് ആയിക്കൊള്ളട്ടെ, പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, ജോലിക്കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഫ്ലോ അങ്ങ് സ്റ്റോപ്പായി പോകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എനിക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്തതെന്ന്? എന്നാൽ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. എപ്പോഴും കോൺസ്റ്റൻ്റായി തന്നെ മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ലോ ഓഫ് എൻട്രോപ്പി എന്നൊരു ലോ ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് തിങ്സ് ആർ ഓൾവേസ് ടെൻഡ് ടു ഗോ റോങ് എന്നാണ്. എന്നാൽ നമുക്കിതിൻ്റെ ടെക്നിക്കൽ ടേംസിനെ കുറിച്ചൊന്നും നോക്കണ്ട. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ ലോയ്ക്ക് നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്നാണ്. ഉദാഹരണത്തിന് ഇപ്പം വെള്ളം ഐസാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നെല്ലാവർക്കും അറിയാം. വെള്ളമെടുത്ത് നമ്മൾ ഫ്രീസറിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുക. അല്പസമയം കഴിഞ്ഞാൽ അത് ഐസായി മാറും. പക്ഷേ ഈ ഐസ് അതേപടി ഐസായി തന്നെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കോൺസ്റ്റൻ്റായി ആ 0 ഡിഗ്രി എന്ന ടെമ്പറേച്ചർ അത് സൂക്ഷിച്ചാൽ മാത്രമേ അത് ഐസായി ഇരിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളും. എല്ലാം കോൺസ്റ്റൻ്റായി നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ. എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അത് ഒരു വ്യക്തിയുടെയും പ്രശ്നമല്ല. അതിൽ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ എക്സ്ട്രാ എനർജിയോടെ ഹൈ കോൺഫിഡൻസോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. നാച്ചുറലി നമ്മുടെ ബ്രെയിൻ ആയിക്കൊള്ളട്ടെ, ശരീരമായിക്കൊള്ളട്ടെ, അവരെല്ലാം മടിയന്മാരാണ്. സോ നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് സൈക്കോളജിക്കലി നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചലഞ്ചസിനെ നേരിടുക, അല്ലെങ്കിൽ അതിനെ മറികടക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ മടിയെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റായി അതിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും.